തെറ്റല്ലെന്ന് പറ പ്ലീസ്. ഇങ്ങോട്ട് പറഞ്ഞിട്ട് യാതൊരു കാര്യം. എന്തെങ്കിലും നിവൃത്തിയുണ്ടെങ്കിൽ ഹയർ ഒഫീഷ്യൽസിനോട് ആരോടെങ്കിലും ഒന്നുകൂടി സംസാരിച്ചു നോക്കിയാലോ? അവരിനി ഇതിൽ ഇടപെടാനൊന്നും പോകുന്നില്ല. അവരുടെ ക്രെഡിബിലിറ്റിയെ കൂടി ബാധിക്കുന്ന കാര്യമല്ലേ. കുറച്ചുകൂടി സാവകാശം കിട്ടുമായിരുന്നെങ്കിൽ. ഒരു പ്രയോജനമില്ല. നോട്ടീസ് അയക്കുമ്പോ അതിനോട് പ്രതികരിക്കാതിരുന്നിട്ട് എന്താ കാര്യം? അത് അവസ്ഥ അതായിരുന്നു. കുഴി ചാടുമ്പോ എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെ പറയുന്നത്. നിങ്ങളെ പോലുള്ളവർ ഇങ്ങനെയൊക്കെ ചെയ്യാം. പറ്റിപ്പോയി സാർ. എങ്ങനെയെങ്കിലും എന്റെ മകളുടെ ഭാവി ഓർത്തെങ്കിലും ഈ പ്രോപ്പർട്ടിയൊക്കെ എന്റെ മോളുടെ പേരിലാണ്. പ്ലീസ്. ഇതൊന്നും കണ്ട് നീ വിഷമിക്കണ്ട. കേസ് പ്രശ്നമാകുന്നതിന് മുമ്പ് നിന്നെ ഞാൻ എങ്ങനെയും രക്ഷിക്കും. മൂന്നാല് ജോഡി സ്റ്റിക്ക് മേടിക്കണം. അത് കമ്പനി മേടിക്കോ അത് ഞാൻ മേടിക്കണോ? തല്ലി പൊട്ടിക്കാനുള്ളതല്ലേ? 50-50. റെഡി. ഇതെന്താ ഡ്രമ്മ് വായിക്കാണോ അതോ കോല കളിക്കാണോ? താൻ തന്റെ മകളുടെ കാര്യം നോക്കിയാ. അതെ, ഈ പോസ്റ്റർ അടിച്ച് വരുമ്പോഴേ ഡ്രംസ് ഒക്കെ ഇവിടെ ഉണ്ടാവുമല്ലോ അല്ലേ? ഉണ്ടാവും. നമ്മുടെ ഫോട്ടോഷോപ്പരും വിട്ടുക്കരല്ലേ? ഇത് ഒറിജിനല്ല, ഞാൻ ചെയ്തതാ. ഞാൻ നാളെ ഡ്രംസുമായിട്ട് വരാം. ഒന്നുകൂടി എടുക്കണം. മാട്രിമോണിയുടെ വേറെ എടുക്കണം. സ്വകാര്യമൊക്കെ പിന്നെ ഇവരെ ഒന്ന് എടുത്തു വിട്ടേര്. അതെ, വേറെ പരിപാടി ഉള്ളതാ. എവിടെ പരിപാടി? കല്യാണ പരിപാടിയാ. മയക്ക് പിടിച്ച് പാടുന്ന പോലെ ദേ ഇങ്ങനെ നിന്നു. എന്റെ കോല് കളിക്കേ കുഴപ്പമുള്ളൂ. ഇതിപ്പോ സോഡാ കുടിക്കുന്നവരുണ്ടല്ലോ. നേരെയുള്ളത് എടുക്കാവോ? ഇത് നല്ലതല്ലേ? അല്ല, മാളെയൊക്കെ കാണാൻ. അതെ, ഏതെങ്കിലും രണ്ടുപേര് ചെരിഞ്ഞു നിന്നാലേ പോസ്റ്റർ ലേഔട്ട് ചെയ്യുമ്പോ ഒരു രസം ഉണ്ടാവുള്ളൂ. ഞാൻ നിൽക്കൂല. തബല ബാബു ചേട്ടനും ഉല്ലാസേട്ടനും ചെരിഞ്ഞേക്കൂലേ? ഹലോ, ഒരാൾ ഇവിടെ ഇല്ലെന്ന് കരുതി എല്ലാവരുടെ അയക്കിട്ട പണിയല്ലേ? ഈ ഉല്ലാസിനെ കൊണ്ട് ഈ ട്രൂപ്പിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? ആവശ്യമില്ലാത്തവരുടെ ഫോട്ടോ പോസ്റ്ററിൽ വയ്ക്കാതിരിക്കാനും നല്ലത്. കോളേജ് പരിപാടിയൊന്നും കിട്ടൂല. റോഡരികെ വിൽക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് ബനിയനോട്ടുണ്ട് വരും. ട്രൂപ്പ് തുടങ്ങിയ കാലം മുതലുള്ള ആർട്ടിസ്റ്റാ. എനിക്കങ്ങനെ ഒഴിവാക്കാൻ പറ്റൂല. അയാളായിട്ട് പോവുകയില്ല. ഞാൻ ലേറ്റായോ? വന്നോ? ഉല്ലാസ് വരാൻ വയ്യപ്പോൾ ഞങ്ങൾ വിചാരിച്ച് വേറെ ഏതെങ്കിലും ട്രൂപ്പുകാർ പൊക്കിക്കൊണ്ട് പോയിരിക്കുന്ന. പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് ഒരു കല്യാണ പരിപാടിയുണ്ട്. ഒരു ബുഫേ കല്യാണമാ. വാ വാ, നീ റെഡിയാ? വാ വാ. നമസ്കാരം. അറിയില്ലേ ശ്യാമപ്രസാദ് ഈ വർഷം ഇതാണ് മലയാളം പാടുന്നത്? അറിയാം. ഏഞ്ചൽ വോയ്സിലും കലാഭവനിലൊക്കെ പാടിയിട്ടുണ്ടല്ലേ? സ്ഥിരമായിട്ടില്ല, പലപ്പോഴും ഗസ്റ്റ് ആയിട്ടൊക്കെ. $2,500 പേയ്മെന്റ്. വണ്ടിയിൽ ഫ്രണ്ട് സീറ്റ്. കറക്റ്റ് ക്ലാസ് കിട്ടാം. ജുബൈൽ തൊട്ടുള്ള കളി വേണ്ട. ഇല്ല. ഒന്ന് ചെരിഞ്ഞെന്ന്. കഴിഞ്ഞ 8 കൊല്ലോട് ഞാൻ തന്നെയല്ലേ ചരിഞ്ഞേക്കുന്നത്. കൊല്ലം ചരിഞ്ഞാണോ? നീ അത് വിടേ. ഒരെണ്ണം നേരെയുള്ളതും വേണം. പാസ്പോർട്ട് സൈസ്. കാര്യമുണ്ട്. ഇതിപ്പോ 5,000 രൂപ അഡ്വാൻസ്. ബാക്കി പരിപാടി തുടങ്ങുന്നതിന് മുമ്പൊന്നുമില്ല. പരിപാടി കഴിഞ്ഞ് കുളമായ കാശ് തരികയില്ല. സുനീഷേ, മിണ്ടാണ്ടിരി. ഉഗ്ര സ്വരൂപിണിയായ ദേവിയാ. എന്തെങ്കിലുമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് ദേവി പറഞ്ഞു. ശരി എന്നാ. അപ്പൊ അവിടെ വെച്ച് കാണാം. ഓ, അതിൽ തുടരുത്. സോറി.
ജനറേറ്ററും ഡീസലും ഒക്കെ അവിടെ അറേഞ്ച് ചെയ്യുമല്ലോ അല്ലേ? പിന്നെ അതൊക്കെ അറേഞ്ച് ചെയ്തോളാം. നിങ്ങൾ നേരത്തിന് അങ്ങോട്ട് എത്തിയാൽ മതി. എന്തെങ്കിലും ഹെൽപ്പ് വേണോ? വേണ്ട, ഞാൻ വോക്കല. നിന്റെ പാസ്പോർട്ടിന്റെ കാലാവധി കഴിഞ്ഞോ? ഇല്ല. എടാ, നിനക്ക് നമ്മുടെ കൂടെ പണ്ട് അമേരിക്കയിൽ പരിപാടിക്ക് വന്നിട്ട് അവിടെ മുങ്ങിയ ഒരു ഗിറ്റാറിസ്റ്റിനെ ഓർമ്മയുണ്ടോ? ആ പ്രിൻസ് 1-2 സീസണിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ. അവൻ തന്നെ. അവനിപ്പോ അവിടെ നല്ല നിലയിലാ. പ്രിൻസ് എന്നെ ഒന്ന് വിളിച്ചായിരുന്നു, അമേരിക്കയിൽ ഒരു ഷോയുടെ കാര്യം സംസാരിക്കാൻ. നിന്നെ അമേരിക്കക്ക് കൊണ്ടുപോകാനൊരു പ്ലാനുണ്ട്. എന്നെയോ? തൽക്കാലം നീ ഇതാരോടും പറയണ്ട. നീ എന്തായാലും ഒന്നുകൂടി അമേരിക്കക്ക് പോകാൻ ഒരുങ്ങിക്കോ. ഇത് നിനക്ക് തരാൻ പ്രിൻസ് കൊടുത്തു വിട്ടതാ. പഴയതാണെങ്കിലും നല്ല വില കൂടിയ ഫോണാ. US വിസ വിചാരിക്കത്ര എളുപ്പമല്ല. ഈ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സിൽ തന്നെ കഴിഞ്ഞ 6 മാസത്തിനകം വലിയ വലിയ വിഡ്രോയൽസ് ഉണ്ട്. ഞങ്ങളുടെ മൂന്നാറിലുള്ള പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ അറിയാലോ. ഇനി ഇവിടെ എന്നാ ശരിയാവില്ല. ഈ വിസിറ്റ് ആയിട്ട് മലേഷ്യയിലോ സ്റ്റുഡന്റ് വിസ ആയിട്ട് ഓസ്ട്രേലിയയോ ഒക്കെ നോക്കിയാൽ പോരെ? പോരാ, US വിസ തന്നെ വേണം. അവിടെ ആകുമ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആളുണ്ട്. ഗ്രീൻ കാർഡ് കിട്ടാനും വിസ കാറ്റഗറി നോക്കാതെ വർക്ക് കിട്ടാനും ഒക്കെ എളുപ്പം അവിടെയാ. കിട്ടാൻ സാധ്യതയുള്ള രീതിയിൽ വേണം അപ്ലൈ ചെയ്യാൻ. ഒരു തവണ റിജക്റ്റ് ആയാൽ പിന്നെ കാര്യങ്ങളെല്ലാം കോംപ്ലിക്കേറ്റഡ് ആവും. പ്രിൻസ് വിളിച്ചില്ലേ? വിളിച്ചിരുന്നു. അതത്ര പ്രാക്ടിക്കൽ അല്ല. ഈ പറയുന്ന പ്രിൻസ് പോലും അവിടെ ഇല്ലീഗലായിട്ടാണ് നിൽക്കുന്നത്. റെക്കോർഡിക്കലി വേറെ ആരെങ്കിലും ആയിരിക്കും സ്പോൺസർ. ചായ? ഇങ്ങനെയാണോ ചായ കൊണ്ടുവരുന്നത്? എനിക്കതിന് 2 കൈകളുള്ളൂ സാറേ. ആദ്യം ബെല്ലടിക്കണം. അപ്പോൾ ഞാൻ കമ്മിൻ എന്ന് പറയും. എനിക്കതിന് ഇതുകൊണ്ട് കോളിമ്പലടിക്കാൻ എത്തൂല സാറേ. ഗോ. ഫണ്ണി ഗൈ. ചായ കുടി. അതെ, കുറച്ച് റിസ്കാ, ചെലവ് കൂടും. നിങ്ങൾക്ക് പേടിയാണെങ്കിൽ പറ, വേറെ ഏജന്റിനെ നോക്കാം. ഏയ് അതൊന്നുമില്ല, നമുക്ക് ശരിയാക്കാം. ഞാനൊന്ന് ശ്രമിച്ചോട്ടെ. സൗമ്യ, ഇവിടെയുള്ള ചായപാത്രം എന്തേടി? ആ, എനിക്കൊന്നും അറിയത്തില്ല. ഇതെന്താ പുതിയ പരിപാടി? ഇതെന്താ പുതിയ പരിപാടി? ഇന്നലെ പ്രിൻസ് വിളിച്ചായിരുന്നു. അവന്റെ ഫ്രണ്ട് ഒരു പുതിയ പടം എടുക്കുന്നുണ്ട്. അതിനകത്ത് പാടാൻ ഒരു ചാൻസ് മേടിച്ചാൽ അത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴേ തൊണ്ട ശരിയാക്കി വെച്ചാൽ കുഴപ്പമില്ലല്ലോ. സിനിമ പാടാനാ? അമേരിക്കൻ ട്രിപ്പ്, സിനിമ. പ്രിൻസിന് എന്താ പെട്ടെന്നൊരു സ്നേഹം? ട്രൂപ്പിലുള്ളപ്പോഴേ അവനൊരു ആരാധകന. നാട്ടിലൊരു പെണ്ണിന്റെ പുറകെ കിടന്ന് പ്രശ്നമായപ്പോ അമേരിക്കയിലേക്ക് മുങ്ങിയതാ. നല്ല കാലം വരുന്നെന്ന് ഏത് വഴിക്കാന്ന് പറയാൻ ഒക്കില്ല. ഇനി സിനിമയെ പാടി ആ പാട്ട് കിട്ടായല്ലേ? ആ നാക്കോളച്ചൊന്ന് പറയടി, നിനക്കും കൂടെ ഗുണമുള്ള കാര്യമല്ലേ. ഉല്ലാസേ, ജലഗണങ്ങളിൽ മഴവില്ല് കാണുന്നുണ്ടോ? വിബ്ജിയോർ ഡീ, നീ വേഗം കഴിച്ച് റെഡിയാവാൻ നോക്കിയേ. അമ്മയ്ക്ക് ഉടനെ തന്നെ വിദേശയാത്ര യോഗ ഉണ്ടെന്ന്. ആ, നിന്റെ അച്ഛന് വേറെ കല്യാണം ഉണ്ടോ നോക്ക്. ജാതകത്തിൽ 3 കല്യാണമുള്ള ആളാ. അച്ഛന്റെ ജാതകത്തിൽ 3 കല്യാണം ഉണ്ടോ? നീ അമ്മയുടെ കൂടെ കുടിക്കും. ഈ ഗ്ലാസ് കൊണ്ട് വെച്ച് അമ്മ ഒന്ന് ഗ്ലാസ് കൊണ്ട് വെച്ച്. എന്നാ പിന്നെ ഞാൻ കൊണ്ട് വെച്ചാ പോരെ? ചെല്ലടി മടിച്ചു പോതെ. അച്ഛാ, സ്കൂളത്തെ പ്രിൻസിപ്പാൾ അച്ഛനെ കാണണമെന്ന് പറഞ്ഞിരുന്നു. നീ ഒന്ന് ചെല്ലു. അച്ഛനെ അല്ലേ കാണണമെന്ന് പറഞ്ഞേ? ആ, നാളെ പോവാ. നല്ല കൊള്ളത്ത പരിപാടി. പോകുന്ന വഴി കയറിക്കോളാം. പെൻഷൻ പ്രായം ഉയർത്തണമെന്ന് സാമ്പത്തിക സർവേ. പാവപ്പെട്ടവന്റെ ഗുണമില്ല.